നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഫറെന്റ് അപ്രോച്ചസ് ഓഫ് പ്രോബബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അപ്രോച്ചസിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ചില ടേംസ് പഠിക്കാം. ഫസ്റ്റ് ഫ്രീക്വൻസി റേഷ്യോ എന്താണെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം, അതിനുശേഷം നമുക്ക് അപ്രോച്ചസിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ consider a random experiment and let A be an event associated with random experiment. Let us repeat the experiment n times and let event A happen f out of n repetitions of the experiment. Then f divided by n is called frequency ratio or relative frequency of event A. അതായത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നിങ്ങളൊരു റാൻഡം എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യൂ. സേ ടോസിങ് എ കോയിൻ. നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ് ടോസിങ് എ കോയിൻ ആയിക്കോട്ടെ. ഓക്കെ, ആൻഡ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് എ എന്ന് പറയുന്ന ഒരു ഇവന്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, സേ ഗെറ്റിംഗ് ഹെഡ് വൈൽ ടോസിങ് എ കോയിൻ, അതാണ് നമ്മുടെ ഇവന്റ് എന്ന് വയ്ക്കാം. ഓക്കെ, നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ് ടോസിങ് എ കോയിൻ ആണ്. ഗെറ്റിംഗ് ഹെഡ് വൈൽ ടോസിങ് എ കോയിൻ ആണ് നമ്മുടെ ഇവന്റ്. ഓക്കെ, വി ആർ ഗിവിംഗ് എന്താ പറയുക, ആ ഇവന്റ് നമ്മൾ എ എന്ന് വിളിക്കാം. ഓക്കെ, അവർ ഇവന്റ് എ ഇസ് ഈക്വൽ ടു ഗെറ്റിംഗ് ഹെഡ് വൈൽ ടോസിങ് എ കോയിൻ. ഇനി ആ എക്സ്പെരിമെന്റ്, നമ്മുടെ ഈ റാൻഡം എക്സ്പെരിമെന്റ് ഇഫ് യു ആർ റിപ്പീറ്റിംഗ് ഇറ്റ് സേ 6 ടൈംസ്, നിങ്ങൾ ഈ ടോസിങ് എ കോയിൻ എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് 6 തവണ റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യം ടോസ് ചെയ്യുന്നു, രണ്ടാമത് ടോസ് ചെയ്യുന്നു, മൂന്നാമത് ടോസ് ചെയ്യുന്നു, നാലാമത് ടോസ് ചെയ്യുന്നു, 5, പിന്നെ 6ാമത് ടോസ് ചെയ്യുന്നു. അങ്ങനെ ടോസ് ചെയ്യുമ്പോൾ സേ 4 ഔട്ട് ഓഫ് ദോസ് 6 ടൈംസ് യു ഗോട്ട് ഹെഡ്. ഓക്കെ, അതായത് നിങ്ങളിങ്ങനെ ടോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 6 തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ 4 തവണ നമ്മുടെ ഇവന്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം വന്നു, അല്ലെങ്കിൽ ഇവന്റ് സംഭവിച്ചു. ഓക്കെ, 4 തവണ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി റേഷ്യോ ഇസ് 4 divided by 6. ഓക്കെ, അത്രയേ ഉള്ളൂ. അതായത് ഇഫ് എ ഇസ് എൻ ഇവന്റ് അസോസിയേറ്റഡ് വിത്ത് റാൻഡം എക്സ്പെരിമെന്റ് ആൻഡ് വി ആർ റിപ്പീറ്റിംഗ് ദറ്റ് ഇവന്റ് n ടൈംസ്, നമ്മുടെ ഈ എക്സ്പെരിമെന്റ് നമ്മൾ 6 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് ലെറ്റ് ഇവന്റ് എ ഹാപ്പൻ f ഔട്ട് ഓഫ് n ടൈംസ്, n റിപ്പീറ്റേഷൻസ് ഓഫ് ദി എക്സ്പെരിമെന്റ്. n റിപ്പീറ്റേഷൻസിൽ f ടൈംസ് എ ഹാപ്പൻ ചെയ്തു. അതായത് നമ്മുടെ 6 തവണ നമ്മൾ ടോസ് ചെയ്തപ്പോൾ 4 തവണ നമുക്ക് ഹെഡ് കിട്ടി. Then f divided by n, അതായത് 4 by 6 is called frequency ratio or relative frequency of an event A. അപ്പോൾ അതാണ് ഒരു ഇവന്റ് എയുടെ റിലേറ്റീവ് ഫ്രീക്വൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പർട്ടിക്കുലർ ഇവന്റ് ഏത് എക്സ്പെരിമെന്റ് എന്ന് എടുത്തോ ആ എക്സ്പെരിമെന്റ് നമ്മൾ നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് വെക്കാം. അതിൽ ഈ പറയുന്ന എ വരാനുള്ള എത്ര തവണ എ ഹാപ്പൻ ചെയ്യുന്നു അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ഓഫ് ദി എക്സ്പെരിമെന്റ് ആണ് ഫ്രീക്വൻസി റേഷ്യോ. ഇനി അപ്രോച്ചസ് ഓഫ് പ്രോബബിലിറ്റി പഠിക്കുന്നതിന് മുമ്പ് ഒരു കോൺസെപ്റ്റും കൂടി നമ്മൾ നോക്കണം. അതാണ് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ഇതെന്താ വെച്ചാൽ നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്താന്ന് പറഞ്ഞു. എന്താ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉള്ള, എന്നാൽ അതേസമയം ഈ ഔട്ട്കംസ് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വേരി ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ആണ് റാൻഡം എക്സ്പെരിമെന്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോസിങ് എ കോയിൻ, അതിന് 2 ഔട്ട്കംസ് ഉണ്ട് അല്ലെ, ഒന്നിൽ കൂടുതൽ 2 ഔട്ട്കംസ് ഉണ്ട്, ഹെഡ് ആൻഡ് ടെയിൽ. ആൻഡ് ഇത് ഔട്ട്കംസ് വേരി അൺപ്രഡിക്റ്റബിളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ എക്സ്പെരിമെന്റ് ഓരോ തവണ ചെയ്യുമ്പോഴും ഏതാ ഔട്ട്കം വരിക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഹെഡ് വരും, രണ്ടാമത് ചെയ്യുമ്പോൾ ഹെഡ് വരും, മൂന്നാമത് ചെയ്യുമ്പോൾ ടെയിൽ വരും. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് റാൻഡം എക്സ്പെരിമെന്റ്. പക്ഷേ ഈ ലോ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ നേരത്തെ എക്സാമ്പിൾ നമ്മൾ ഫ്രീക്വൻസി റേഷ്യോ കണ്ടുപിടിച്ചു അല്ലെ. നമ്മൾ ഒരു എന്താ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടുക എന്ന ഇവന്റിന്റെ ഫ്രീക്വൻസി റേഷ്യോ, അതായത് 6 തവണ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഫ്രീക്വൻസി റേഷ്യോ എന്തായിരുന്നു, 4/6 ആണ്. നമ്മൾ 4/6 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 0.6. ഓക്കെ, 0.6 ആണ് 4/6 അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ. അതാണ് എന്ത്, ആ ഇവന്റിന്റെ ഫ്രീക്വൻസി റേഷ്യോ. അത് നമ്മൾ 6 തവണ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്. ഇനി നമ്മൾ ആ എക്സ്പെരിമെന്റ് 10 തവണ ചെയ്തു എന്ന് വെക്കാം, 11 തവണ ചെയ്തു എന്ന് വെക്കാം, അല്ലെങ്കിൽ 30 തവണ ചെയ്യുമ്പോൾ എന്ത് മാറും, ഫ്രീക്വൻസി റേഷ്യോ ശരിക്കും പറഞ്ഞാൽ മാറണം അല്ലേ. കാരണം നമ്മൾ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെന്റ് ആണ്. നമുക്ക് 6 തവണ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ 6 തവണ ചെയ്തപ്പോൾ 4 തവണ ഹെഡ് കിട്ടി. 10 തവണ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എത്ര തവണ ഹെഡ് കിട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. പക്ഷേ ലോ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി പറയുന്നത് വെച്ചാൽ ഈ നമ്മൾ എക്സ്പെരിമെന്റിന്റെ റിപ്പീറ്റേഷൻ കൂടുന്തോറും ഓക്കെ ഈ ഫ്രീക്വൻസി റേഷ്യോ സ്റ്റെബിലൈസ് ചെയ്ത് തുടങ്ങും. അതായത് നമ്മളിനി 20 തവണ ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് 0.6 തന്നെയാണ് കിട്ടുക. ഓക്കെ, നമ്മൾ 50 തവണ ചെയ്യുമ്പോഴും എക്സ്പെരിമെന്റ് നമ്മൾ 50 തവണ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും ഫ്രീക്വൻസി റേഷ്യോ നമുക്ക് നോക്കുമ്പോൾ 0.6 തന്നെ കിട്ടും. അതായത് ഓൾമോസ്റ്റ് ആ ഒരു റേഷ്യോയിൽ തന്നെ ആ ഫ്രീക്വൻസി റേഷ്യോ എന്താവും, സ്റ്റെബിലൈസ് ആവും.
ഓക്കെ, അതാണ് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. അതായത് നമ്മൾ ഒരു എക്സ്പെരിമെന്റ്, നമ്മൾ ഈ റാൻഡം എക്സ്പെരിമെന്റ് ആണ്, അതിന്റെ ഔട്ട്കംസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ എക്സ്പെരിമെന്റ് നമ്മൾ റിപ്പീറ്റേഷൻസ് നല്ലോണം കൂടുമ്പോൾ, ഓക്കെ, when the number of repetition of the experiment increases, നമ്മുടെ എക്സ്പെരിമെന്റ് റിപ്പീറ്റേഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രീക്വൻസി റേഷ്യോ ടെൻഡ് ടു സ്റ്റെബിലൈസ്. ഒരു ഇവന്റിന്റെ ഫ്രീക്വൻസി റേഷ്യോ സ്റ്റെബിലൈസ് ചെയ്ത് തുടങ്ങും. അതായത് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നമ്മൾ 30 തവണ ചെയ്യുമ്പോഴും 40 തവണ ചെയ്യുമ്പോഴും 50 തവണ ചെയ്യുമ്പോഴും ഒക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എടുക്കുന്ന ഇവന്റിന്റെ ഫ്രീക്വൻസി റേഷ്യോ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ നിന്ന് തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്തോ ഒരു റെഗുലാരിറ്റി ഉണ്ട്, അതാണ് ലോ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. നമ്മളിത് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറഞ്ഞാലും അതിനൊരു ചെറിയ റെഗുലാരിറ്റി വന്നു തുടങ്ങും. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ദ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് വേരി ഇൻ ആൻ അൺപ്രഡിക്റ്റബിൾ മാനർ, ബട്ട് ഇഫ് വി കൺസിഡർ എ സീക്വൻസ് ഓഫ് ഫ്രീക്വൻസി റേഷ്യോ വി ക്യാൻ ഒബ്സർവ് റെഗുലാരിറ്റി. വി നോട്ടീസ് ദാറ്റ് ദീസ് ഫ്രീക്വൻസി റേഷ്യോസ് ടെൻഡ് ടു ബിക്കം മോർ ആൻഡ് മോർ സ്റ്റേബിൾ ആസ് ദ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ ഓഫ് ദി എക്സ്പെരിമെന്റ് ഇൻക്രീസസ്. നമ്മൾ എക്സ്പെരിമെന്റ് കൂടുതൽ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി റേഷ്യോ സ്റ്റേബിൾ ആയി തുടങ്ങും. ആൻഡ് ദ ഫ്രീക്വൻസി റേഷ്യോ അപ്പിയേഴ്സ് ടു അപ്രോച്ച് എ ഫിക്സഡ് നമ്പർ ആസ് എ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ ഓഫ് the experiment increase. ഫ്രീക്വൻസി റേഷ്യോ ഒരു ഫിക്സഡ് നമ്പർ ആവാൻ തുടങ്ങും. എപ്പോഴും നമുക്ക് ഒരേ ഫ്രീക്വൻസി റേഷ്യോ കിട്ടുന്ന പോലെ ആവും നമ്മളെപ്പം എക്സ്പെരിമെന്റ് റിപ്പീറ്റേഷൻസ് നല്ലോണം കൂടുമ്പോൾ. ഓക്കെ, ആൻഡ് ദിസ് ടെൻഡൻസി ഓഫ് ഫ്രീക്വൻസി റേഷ്യോ ടു സ്റ്റെബിലൈസ് ഇസ് കോൾഡ് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ഈ ഫ്രീക്വൻസി റേഷ്യോ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഈ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. വെൻ വി ടോസ് എ കോയിൻ സെവറൽ ടൈംസ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ശരിക്കും നമ്മളൊരു കോയിൻ ഒരുപാട് തവണ ടോസ് ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഹെഡ് ഇസ് എഫ് ഡിവൈഡഡ് ബൈ എൻ, where f is the number of heads obtained when a coin is tossed n times. This f by n shows a tendency to come closer and closer to 0.5 as we increase number of tosses. Therefore, there is tendency for f by n to stabilize by 0.5. അതായത് ശരിക്കും ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഒരുപാട് തവണ ടോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്പർ ഓഫ് ഹെഡ്, ഫ്രീക്വൻസി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഹെഡ് 0.5 ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മളിപ്പം എന്താ പറയുക, ഒരു 10 തവണ ചെയ്താലും 20 തവണ ചെയ്താലും 30 തവണ ചെയ്താലും ഒക്കെ ഈ ടോസിങ് എ കോയിൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫ്രീക്വൻസി നമ്പർ ഓഫ് ഹെഡ്സ്, ആ 30 തവണ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ആ 30 തവണയും നമുക്ക് ഹെഡ് കിട്ടിയത് എത്ര തവണയാണെന്ന് കൗണ്ട് ചെയ്ത് അത് ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 0.5 എന്ന് പറയുന്ന ഒരു ആൻസർ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, 30 തവണ ചെയ്യുമ്പോഴാണെങ്കിലും 20 തവണ ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോഴും 40 തവണ നമ്മൾ ചെയ്തിട്ട് നോക്കുമ്പോഴും ഇറ്റ് ടെൻഡ്സ് ടു സ്റ്റെബിലൈസ് അറൌണ്ട് 0.5. ഓക്കെ, അപ്പം അപ്രോച്ചസ് ടു പ്രോബിലിറ്റിയിൽ ആദ്യത്തെ അപ്രോച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി, അല്ലെങ്കിൽ ക്ലാസിക്കൽ അപ്രോച്ച് ടു പ്രോബിലിറ്റി ഓർ മാത്തമാറ്റിക്കൽ അപ്രോച്ച് ടു പ്രോബിലിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ക്ലാസിക്കൽ അപ്രോച്ച് ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് അപ്രോച്ച് ടു പ്രോബിലിറ്റി. ക്ലാസിക്കൽ അപ്രോച്ച് പ്രകാരം let a random experiment produce only a finite number of outcomes, say n, and let all these outcomes be equally likely and mutually exclusive. Let f out of these outcomes be favorable to an event A, then probability of A is defined as ratio between f and m. അതായത് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുകയാണെന്ന് വെക്കുക. ആ റാൻഡം എക്സ്പെരിമെന്റ് സേ ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഔട്ട്കംസ് n. ആ എക്സ്പെരിമെന്റിന് n നമ്പർ ഓഫ് ഔട്ട്കംസ് ഉണ്ട്. അതായത് ആ എക്സ്പെരിമെന്റിന് 5 ഔട്ട്കംസ് ആണ് ഉള്ളതെന്ന് വെക്കുക. അതാണ് n എന്ന് വെക്കുക. ദെൻ ഓൾ ദീസ് ഔട്ട്കംസ് ബി ഈക്വലി ലൈക്ലി ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ആൻഡ് ഈ എല്ലാ ഔട്ട്കംസും ഈക്വലി ലൈക്ലിയുമാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവുമാണ്. ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ ആ എല്ലാ ഔട്ട്കംസും കിട്ടാനുള്ള ചാൻസ് ഒരേപോലെയാണ്. ഓക്കെ, 5 ഔട്ട്കംസ് ഉണ്ടെങ്കിൽ 5ഉം കിട്ടാനുള്ള ചാൻസ് ഒരേപോലെയാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവുമാണ്. അതായത് ഒരെണ്ണം കിട്ടിയാൽ പിന്നെ അടുത്തത് നടക്കില്ല. ആ രീതിയിൽ ഇപ്പോൾ ഹെഡ് ആൻഡ് ടെയിൽ പോലെ തന്നെ എക്സ്പെരിമെന്റിൽ ഹെഡും ടെയിലും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഔട്ട്കംസ് ആണ്. അത് ഹെഡ് വീണ ടെയിൽ വീഴില്ല, ടെയിൽ വീണ ഹെഡ് വീഴില്ല, അങ്ങനത്തെ ഔട്ട്കംസ് ആണെന്ന് വെക്കും. അങ്ങനെയാണെങ്കിൽ ലെറ്റ് എഫ് ഔട്ട് ഓഫ് ദീസ് ഔട്ട്കംസ് ബി ഫേവറബിൾ ടു എൻ ഇവന്റ് എ. നമ്മൾ പറയുന്ന ഇവന്റിന് ഫേവറബിൾ ആയിട്ട് എഫ് ഔട്ട്കംസ് ഉണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എ ഇസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ബിറ്റ്വീൻ എഫ് ആൻഡ് എൻ. ആ പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എഫ് ഡിവൈഡഡ് ബൈ എൻ ആണ്. നമ്മുടെ ഇവന്റിന് ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് ഉണ്ട് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആ എക്സ്പെരിമെന്റിന് എത്ര ഔട്ട്കംസ് ഉണ്ടെന്ന് ചെയ്താൽ നമുക്ക് പ്രോബബിലിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ്. നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ
ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ ക്ലാസിക്കൽ ഡെഫിനേഷൻ ഒരു ബേസിക് ആയിട്ടൊരു ഷോർട്ട് കമ്മിങ് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഈക്വലി ലൈക്ലി ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേസസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് നമ്മുടെ ഔട്ട്കംസ് ഒക്കെ നമ്മുടെ എസംഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഔട്ട്കംസും ഈക്വലി ലൈക്ലി ആയിരിക്കണം, വരാനുള്ള ചാൻസ് ഒരേപോലെ ആയിരിക്കണം, അതേപോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവും ആയിരിക്കണം. പക്ഷെ എല്ലാ എക്സ്പെരിമെന്റും അങ്ങനെയല്ല, ഈക്വലി ലൈക്ലി അല്ലാത്ത ഔട്ട്കംസ് ഉള്ള എക്സ്പെരിമെന്റുകളും ഉണ്ട് അല്ലെ. അതേപോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്ത ഔട്ട്കംസ് ഉള്ള എക്സ്പെരിമെന്റ്സും ഉണ്ട്. അവിടെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ പലപ്പോഴും നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷൻ യൂസ് ചെയ്യപ്പെടാച്ചാൽ എക്സ്പെരിമെന്റ് ഒരു തവണ മാത്രം നമ്മൾ ചെയ്യുന്നു, നമ്മൾ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ, അതായത് നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യാക്കുക, ടോസ് ചെയ്യുക കോയിൻ ഒറ്റ തവണ മാത്രം ടോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷനാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത അപ്രോച്ച് എന്താ നോക്കാം. ഇനി അടുത്തത് റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി, അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് ഓഫ് പ്രോബിലിറ്റി, എംപിരിക്കൽ പ്രോബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റി, ഇങ്ങനെയൊക്കെ ഇതിനെ പറയാം. ഈ രണ്ടാമത്തെ അപ്രോച്ച് എപ്പോഴാണ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇഫ് യു റിപ്പീറ്റ് എ റാൻഡം എക്സ്പെരിമെന്റ് എ ഗ്രേറ്റ് നമ്പർ ഓഫ് ടൈംസ്, നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നൊക്കെ, ഒരുപാട് ട്രയൽസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലാസിക്കൽ അപ്രോച്ച് പ്രകാരമല്ല നോക്കുക, നമ്മൾ റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റിയാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ക്ലാസിക്കൽ ഡെഫിനേഷനിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ അപ്രോച്ചിൽ പൊതുവേ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് അധികം റിപ്പീറ്റേഷൻസ് ഒന്നും വരുന്നില്ല, ഒരു തവണ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നു, അപ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്താണ്, അല്ലെങ്കിൽ ടെയിൽ കിട്ടാനുള്ള ചാൻസ് എന്താണ്, ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ക്ലാസിക്കൽ അപ്രോച്ച് യൂസ് ചെയ്യുക. അതേ കോയിൻ തന്നെ സേ നമ്മൾ 30 ടൈംസ് ടോസ് ചെയ്തു, ഒരു കോയിൻ നമ്മൾ 30 തവണ ടോസ് ചെയ്തു, അവിടെ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്താണ്, അല്ലെങ്കിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് അപ്രോച്ചാണ് നോക്കുക, റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ചാണ് നോക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് പ്രകാരം പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് എ ഇസ് ആക്ച്വലി ദ ഫ്രീക്വൻസി റേഷ്യോ ഓഫ് ദാറ്റ് ഇവന്റ്. ഓക്കെ, ഒരു ഇവന്റ് എ എന്ന് പറയുന്ന ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇവന്റിന്റെ എന്താണ്, ഫ്രീക്വൻസി റേഷ്യോ ആണ്. ഫ്രീക്വൻസി റേഷ്യോ എന്താ നമ്മൾ പറഞ്ഞു, എന്താണ് ഫ്രീക്വൻസി റേഷ്യോ? ഫ്രീക്വൻസി റേഷ്യോ ഇസ് എ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് ഇവന്റ് ഹാപ്പൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. അതായത് ഒരു എക്സ്പെരിമെന്റ് നമ്മൾ 30 തവണ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, 30 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് സേ ടോസിങ് എ കോയിൻ, അത് നമ്മൾ 30 തവണ കോയിൻ ടോസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, 30 തവണ ടോസ് ചെയ്ത സമയത്ത് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് അറിയേണ്ടത്. ആ 30 തവണ ടോസ് ചെയ്തപ്പോൾ സേ വി ഗോട്ട് ഹെഡ് ലൈക്ക് 20 ടൈംസ്, 20 തവണ നമുക്ക് ഹെഡ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം പ്രോബബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എൻ, ദാറ്റ് ഈസ് 20 ഡിവൈഡഡ് ബൈ 30. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്, എഫ് എന്ന് ഇവിടെ പറയുന്നത് ദ നമ്പർ ഓഫ് ടൈംസ് ഇവന്റ് ഹാപ്പൻസ്. ഓക്കെ, ദ നമ്പർ, ആ നമ്മൾ ട്രൈ ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര തവണയാണ് നമുക്ക് നമ്മുടെ ഇവന്റ് ഹാപ്പൻ ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്, എത്ര തവണ, എത്ര റിപ്പീറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്, എക്സ്പെരിമെന്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ എൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി നമ്മൾ പൊതുവെ എക്സ്പ്രസ് ചെയ്യുക, പ്രോബബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടു ഇൻഫിനിറ്റി. ഓക്കെ, എൻ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എൻ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ആണ് അല്ലെ. ഈ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ഇൻഫിനിറ്റി വരെ ആവാം. അതായത് ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് വേണമെങ്കിൽ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് എത്ര നമ്പർ ഓഫ് ടൈംസ് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ഹ്യൂജ് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഫിനിറ്റി, അതായത് ഒരുപാട് എന്താ പറയുക, ഹ്യൂജ് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ട്രയൽ നടത്തുമ്പോഴാണ് നമ്മൾ ഈ റിലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ലിമിറ്റ് എൻ ടു ഇൻഫിനിറ്റി എഫ് ഡിവൈഡഡ് ബൈ എൻ. എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ടൈംസ് എ ഹാപ്പൻസ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് പെർട്ടിക്കുലർ എന്താ പറയുക approach is considered when you are repeating the experiment a great number of times. ഒരുപാട് നമ്പർ ഓഫ് ടൈംസ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ
എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഡെഫിനേഷൻ കൺസിഡർ ചെയ്യുക. ഓൾസോ ദിസ് എക്സ്പെരിമെൻറ്റ്സ് ആർ ഡൺ അണ്ടർ എസെൻഷ്യലി ദ സെയിം കണ്ടീഷൻസ്. അതായത് ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ തവണയും നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ സെയിം കണ്ടീഷൻസിലായിരിക്കണം ചെയ്യുക. അതായത് ആദ്യത്തെ തവണ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് ചെയ്തത് നമ്മൾ എത്ര നമ്പർ ഓഫ് ട്രയൽസ് ചെയ്താലും, ഇപ്പോൾ 30 ട്രയൽസ് ഉണ്ടെങ്കിൽ ആ 30യും നമ്മൾ സ്റ്റേബിൾ കണ്ടീഷൻ, ഒരേ കണ്ടീഷനിൽ വെച്ചിട്ടായിരിക്കണം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റിനെ ഡിഫൈൻ ചെയ്യുക. Okay, if you repeat the random experiment a great number of times under essentially the same conditions, the limit of the ratio of the number of times that an event happens to the total number of trials as the number of trials increase indefinitely is called the probability of happening of the event. Okay. അടുത്തത് ആക്സിയോമാറ്റിക് അപ്രോച്ച് പ്രോബബിലിറ്റി. ഇത് പ്രോബബിലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു രീതിയാണ്. മറ്റൊരു അപ്രോച്ചിൽ, മറ്റൊരു രീതിയിൽ നമ്മൾ പ്രോബബിലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നതാണ് ആക്സിയോമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ആക്സിയോമാറ്റിക് പേര് പോലെ തന്നെ ഇവിടെ 3 ആക്സിയംസ് അല്ലെങ്കിൽ 3 കണ്ടീഷൻസ് സെറ്റ് ചെയ്തിട്ട് ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് എസ് ബി ദ സാമ്പിൾ സ്പേസ് ഓഫ് റാൻഡം എക്സ്പെരിമെന്റ്. നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ് സാമ്പിൾ സ്പേസ് എസ് ആവട്ടെ. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്താണെന്ന് നമുക്കറിയാം. ഒരു എക്സ്പെരിമെന്റിന്റെ എല്ലാ ഔട്ട്കംസും കൂടി ചേർത്ത് നമ്മളൊരു സെറ്റ് ഉണ്ടാക്കുമ്പോൾ ആ സെറ്റാണ് അതിന്റെ സാമ്പിൾ സ്പേസ്. ഓക്കെ, അത് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ലെറ്റ് എ ബി ആൻ ഇവന്റ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെന്റ് സോ ദാറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എസ്. ആൻഡ് ആ എക്സ്പെരിമെന്റിന്റെ ആ റാൻഡം എക്സ്പെരിമെന്റിന്റെ ഒരു ഇവന്റ് ആണ് എ എന്ന് പറയുന്നത്. എ ഡെഫിനറ്റ്ലി എസിന്റെ സബ്സെറ്റ് ആയിരിക്കും. ദെൻ വി ക്യാൻ അസോസിയേറ്റ് എ റിയൽ നമ്പർ പി ഓഫ് എ ടു ദ ഇവന്റ് എ. അതായത് അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിയൽ നമ്പർ കിട്ടി, ഒരു ആൻസർ കിട്ടി. പി ഓഫ് എ ഈസ് ഈക്വൽ ടു മേ ബി 0.5 അല്ലെങ്കിൽ 0.6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിയൽ നമ്പർ കിട്ടി. This number P of A will be called probability of A only if it satisfies the following 3 axioms. ഈ കിട്ടിയ റിയൽ നമ്പർ ഇപ്പോൾ 0.5 ആണെങ്കിൽ ആ നമ്പർ ഇറ്റ് വിൽ ബി കോൾഡ് പ്രോബബിലിറ്റി ഓഫ് എ. അത് നമ്മൾ ഈ പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി ആണെന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ് ഹാസ് ടു സാറ്റിസ്ഫൈ ദ ഫോളോയിങ് 3 ആക്സിയംസ്. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് എന്തിന്റെ പ്രോബബിലിറ്റി ആവുള്ളൂ, ഈ പറയുന്ന പി ഓഫ് എന്താ പറയുക ഇവന്റിന്റെ പ്രോബബിലിറ്റി ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട 3 കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ആദ്യത്തെ ആക്സിയം എന്ന് പറയുന്നത് പി ഓഫ് എ ഇസ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ് P of A has to be greater than or equal to 0 for every subset of S. അതെ, നമുക്ക് കിട്ടിയ ആ പർട്ടിക്കുലർ റിയൽ നമ്പർ ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പ്രോബബിലിറ്റിയുടെ വാല്യൂ ഒരിക്കലും 0-നേക്കാൾ കുറവാവരുത്. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നമ്പർ. നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് കിട്ടില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ പ്രോബബിലിറ്റി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 വേർ എസ് ഇസ് എ സാമ്പിൾ സ്പേസ്. അതായത് സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പം അതിനർത്ഥം തന്നെ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി വാല്യൂ വിൽ ഓൾവേസ് റേഞ്ച് ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓക്കെ, നമുക്ക് കിട്ടുന്ന റിയൽ നമ്പർ എപ്പോഴും ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 0-നേക്കാൾ ഗ്രേറ്റർ ദാൻ, പക്ഷെ ഇറ്റ് ഹാസ് ടു ബി എയ്തർ 0 ഓർ 1. ഇതിന്റെ ബിറ്റ്വീൻ ആയിരിക്കണം. ഓക്കെ, 0 ആവാം, 1 ആവാം, അല്ലെങ്കിൽ അതിനിടയിലുള്ള നമ്പേഴ്സ് ആവാം. ഇത് മാത്രമേ നമുക്ക് പ്രോബബിലിറ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് A union B is equal to probability of A plus probability of B where A and B are 2 non-intersecting subset of S. അതായത് A and B എന്ന് പറഞ്ഞ 2 ഇവന്റ് ഉണ്ടെന്ന് വെക്കാം. ഈ റാൻഡം എക്സ്പെരിമെന്റ് നമുക്ക് 2 ഇവന്റ് കിട്ടി, A and B. And if these 2 events are നോൺ ഇന്റർസെക്റ്റിംഗ്, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, ഡിസ്ജോയിന്റ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താ നമ്മൾ പറഞ്ഞു, ഡിസ്ജോയിന്റ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഇവന്റ് ഹാപ്പൻ ചെയ്താൽ പിന്നെ ബി എന്ന് പറയുന്ന ഇവന്റ് ഹാപ്പൻ ചെയ്യില്ല, ബി ഹാപ്പൻ ചെയ്താൽ എ ഹാപ്പൻ ചെയ്യില്ല. അപ്പൊ ടോസിങ് എ കോയിനിൽ ഗെറ്റിംഗ് എ ഹെഡ് ആൻഡ് ഗെറ്റിംഗ് എ ടെയിൽ, ഇത് രണ്ടും അങ്ങനത്തെ ഇവന്റ്സ് ആണ്. കാരണം ഹെഡ് കിട്ടിയാൽ ടെയിൽ കിട്ടില്ല, ടെയിൽ കിട്ടിയാൽ ഹെഡ് കിട്ടില്ല. ഓക്കെ, അങ്ങനത്തെ 2 ഇവന്റ്സ് ഉണ്ടെന്ന് വെക്കുക, എ ആൻഡ് ബി. Okay, then the probability of A union B, probability of A union B എന്ന് പറഞ്ഞാൽ probability of getting A or B. Okay, A അല്ലെങ്കിൽ B, ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഏതർ എ എന്ന് പറയുന്ന ഇവന്റ് കിട്ടുക അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഇവന്റ് കിട്ടുക, അതിന്റെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഓർ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബി. അതായത് എന്താണോ എ കിട്ടാനുള്ള പ്രോബബിലിറ്റി അത് ആഡഡ് ബൈ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബി.
ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ എക്സിയോമാറ്റിക് അപ്രോച്ച് പ്രകാരമുള്ള 3 കണ്ടീഷൻസ്. ഓക്കെ, ബേസിക്കലി പ്രോബബിലിറ്റി വിൽ ലൈ ബിറ്റ്വീൻ 0 and 1. അതായത് ഒരു ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ ലൈ ചെയ്യും. പിന്നെ ആ എക്സ്പെരിമെൻറ്റിന് 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് കിട്ടാനുള്ള ഏതർ ഓഫ് ദ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P of A plus P of B ആണ്. Okay, so these are the 3 different approaches to probability.